ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത് റസൂൽ പൂക്കുട്ടി. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ചുമതലയേറ്റ റസൂൽ പൂക്കുട്ടി ഗുരുതുല്യരായിട്ടുള്ളവർ ഇരുന്ന കസേരയിലാണ് താൻ ഇരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് സന്തോഷം തരുന്ന കാര്യമാണെന്നും ഭരണം എന്നതിനെ പവറായിട്ട് കാണുന്നില്ലെന്നും റസൂൽ പൂക്കുട്ടി പറഞ്ഞു. മാറുന്ന കാലത്തിനനുസരിച്ച് ദിശ മാറണമെന്നാണ് ആഗ്രഹം. ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇതുവരെ എത്തിയതിന് കാരണം അക്കാദമിയാണെന്നും അദ്ദേഹം പറഞ്ഞു. IFFK മാത്രമല്ല അധ്യക്ഷന്റെ ഉത്തരവാദിത്വം. അങ്ങനെ ഒരു രീതി ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ചലച്ചിത്രമേള നടക്കുമ്പോൾ താൻ ലണ്ടനിലായിരിക്കും. ഏറ്റവും അധികം വിമർശനം നേരിടുന്ന വിഭാഗമാണ് ഞങ്ങളുടേത്. എൻ്റെ നാട്, എൻ്റെ സിനിമ, ഇവിടേക്ക് എന്നെ തിരിച്ചു വിളിക്കുമ്പോൾ വരണം, റസൂൽ പൂക്കുട്ടി വ്യക്തമാക്കി. പ്രേംകുമാറിനെ വിളിക്കാൻ സമയം കിട്ടിയില്ല. വിവാദങ്ങളെക്കുറിച്ച് അറിയില്ല. കേരളമല്ലേ, വിവാദങ്ങൾ ഉണ്ടാകുമല്ലോ. എല്ലാം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. സിനിമയുടെ സാങ്കേതിക വിഭാഗത്തെ സർക്കാർ എത്ര നന്നായി കാണുന്നുവെന്നതാണ് തൻ്റെ അധ്യക്ഷ സ്ഥാനമെന്നും റസൂൽ പൂക്കുട്ടി കൂട്ടിച്ചേർത്തു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ താൽക്കാലിക ചുമതല ഉണ്ടായിരുന്ന പ്രേംകുമാർ ചടങ്ങിൽ പങ്കെടുത്തില്ല. കുക്കു പരമേശ്വരനാണ് വൈസ് ചെയർപേഴ്സൺ. അമൽ നീരദ്, ശ്യാം പുഷ്കരൻ, നിഖില വിമൽ, സിതാര കൃഷ്ണകുമാർ, സുധീർ കരമന, ബി രാഗേഷ് ഉൾപ്പെടെ 26 അംഗങ്ങളാണ് പുതിയ ഭരണസമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലേക്കാണ് റസൂൽ പൂക്കുട്ടിയുടെ നിയമനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് രഞ്ജിത്ത് അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. അന്ന് വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാറിന് പിന്നീട് ചെയർമാൻ്റെ താൽക്കാലിക ചുമതല നൽകുകയായിരുന്നു. ഈ ഭരണസമിതിയെ മാറ്റിക്കൊണ്ടാണ് പുതിയ ഭരണസമിതി നിലവിൽ വന്നത്. തിങ്കളാഴ്ച സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തത്. ഡിസംബറിൽ IFFKയും വരാനിരിക്കെയാണ്.